എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഇത് ഫസ്റ്റ് മർഡർ കേസ് ഞാൻ ചെയ്തത് ഒരു ചെറിയ കേസ്. അത് 1986 ഐ ഗോട്ട് എൻറോൾഡ് ഇൻ 1983 ഫെബ്രുവരി, ഡിസംബർ. അപ്പോൾ 1984 ഞാൻ 86 ഞാൻ ആ കേസ് ചെയ്യുന്നത്. ഒരു തങ്കമണി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഈ ഇവിടെ ഈ വെള്ളനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവരുടെ ഹസ്ബൻഡ് അവരെ ഡൈവോഴ്സ് ചെയ്യുകയോ മരിക്കുകയോ എന്ന് ഷി വാസ് എ വിഡോ എന്ന് ഐ എം നോട്ട് റിമെമ്പറിങ് ദ ഫാക്ട്സ് ക്ലിയർലി. NSSൻ്റെ പ്രസിഡൻ്റായിരുന്ന നരേന്ദ്രനാഥ് നായർ എന്ന ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു ട്രിവാൻഡ്രത്തെ. സെലിം മാഡം ആയിരുന്നു, സെലിൻ വിൽഫ്രഡ്, ഷി വാസ് എ പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ആ കേസിനകത്ത് ഫാക്ട്സ് എന്ന് പറയുന്നത് ഈ തങ്കമണിയുടെ ബ്രദർ കല്യാണം കഴിച്ചൊരു പെണ്ണെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പെണ്ണിനൊരു ബ്രദർ ഉണ്ടായിരുന്നു, അയാൾ ഇതുപോലെ ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നാച്ചുറലി അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ രണ്ടുപേരും ഈക്വലി പൊസിഷൻഡാണല്ലോ. അങ്ങനെ തങ്കമണി അയാൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ തൊട്ടടുത്തൊരു വീട് വെച്ച് താമസമായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സംശയമായി, മദ്യപാനമായി. ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ തങ്കമണിക്ക് ഒരു 6 വയസ്സായ അർച്ചന എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം പിന്നെയുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് ഒരു ദിവസം വൈകുന്നേരം ഇയാൾ ഹസ്ബൻഡ് അവിടെ വന്നപ്പോഴത്തേക്ക് തങ്കമണി പറഞ്ഞു ഇതുപോലെ ആഹാരമൊന്നും ഉണ്ടാക്കാൻ നിവൃത്തി ഉണ്ടായില്ല, അത് കാരണം പുറത്തൊന്നും പോകാൻ പാടില്ലല്ലോ, കാരണം ഈ സംശയം ഉള്ളതുകൊണ്ട്. അപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ കിണറ്റിലെ തൊട്ടിയും കയറും പൊട്ടി അകത്ത് വീണു, അതുകൊണ്ട് ആഹാരമൊന്നും ഉണ്ട്, ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞു ശരി എന്നാൽ ഞാൻ തൊട്ടിയും കയറി എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇയാൾ കിണറ്റിനകത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അന്ന് മഴയുള്ള സമയമാണ്. ആ സമയത്ത് ഇത് പതുക്കെ ഈ കിണറ്റിൻ്റെ ഒരു ഭാഗം ഇടിച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ശരിക്കും അയാളുടെ തലയിൽ വീണില്ല, അയാളുടെ ഈ മൂക്കിൻ്റെ അതുവഴി ഇങ്ങനെ തട്ടിങ്ങ് തറയിപ്പോയി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതെന്ന്. അപ്പോൾ ഈ സ്റ്റാർട്ടർ ക്ലൈമ്പിങ്. അപ്പോൾ അവർക്ക് പേടിയായി, കാരണം ഇനി ഇയാൾ കയറി വന്നത് ഇവളെ കൊന്നുകളയും. അപ്പോൾ വാഷ് ഡിഡ് വാസ് അവിടെ ഒരു അലക്കല്ലുണ്ടായിരുന്നു, ഒരു വലിയൊരു അലക്കല്ല്, കരിങ്കല്ല്, അതെടുത്ത് തലയിൽ കൂടി ഇട്ട് കൊടുത്തു, തറയിപ്പോയി. അങ്ങനെ അയാൾ മരിച്ചു. പക്ഷേ അതിനകത്തൊരു ഭയങ്കര രസകരമായ ഒരു ടേണിംഗ് പോയിൻ്റ്. അതിനകത്തൊരു സർക്കിൾ ഇൻസ്പെക്ടർ പ്രഭാരൻ നായരുണ്ടായിരുന്നു. അയാളെന്ന് ആര്യനാട് സബ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ അയാൾ ആ കേസിനകത്ത് അയാൾ കോടതി വന്നിരിക്കുക. അയാൾ എന്നോട് പറഞ്ഞത് വൈകുന്നേരം ഒരു 7-7:30 മണി സമയമായപ്പോൾ അയാളിങ്ങനെ വൈകുന്നേരത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിഗരറ്റൊക്കെ വലിച്ച് കസേര ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കൊണ്ടുവന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ സാറേ ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു എന്ന്. അപ്പോൾ ഇയാൾ വിചാരിച്ചു ശരിക്കും മെൻ്റലി ഇൻസൈൻ ആയിരിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞു അവിടെ ഇരിയെന്നും പറഞ്ഞു മൂലയിൽ പിടിച്ചിരുത്തി സിഗരറ്റ് 2 പഫ് എടുത്ത് വേഗം ഒരു സംശയം, ചിലപ്പോൾ അല്ല സത്യം ഉണ്ടായിരുന്നല്ലോ. അവൾ പറഞ്ഞു എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ പോയി നോക്കിയപ്പോഴത്തേക്ക് കിണറ്റിനകത്ത് കംപ്ലീറ്റ് ബ്ലഡായിട്ട് കിടക്കുക. അപ്പോഴത്തേക്ക് മനസ്സിലായി പെണ്ണ് സ്ത്രീ പറഞ്ഞ് ശരിയാണെന്ന്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ചെയ്ത് തിരുവനന്തപുരം സെഷൻസ് കോടതി ഫസ്റ്റ് കോർട്ടിൽ വന്നു. സെലിം മാഡം ആയിരുന്നു എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എനിക്ക് ആ കേസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മർഡർ കേസ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ആ കേസിനകത്തൊരു പിവട്ടൽ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെ മകളായിരുന്നു, അർച്ചന എന്ന് പറഞ്ഞൊരു 6 വയസ്സായ ഒരു ബേബി, ഒരു ചൈൽഡ് വിറ്റ്നസ്. അപ്പോൾ ചൈൽഡ് വിറ്റ്നസ്സിനെ പറ്റി സുപ്രീം കോടതിൻ്റെ ഒരു കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ചൈൽഡ് വിറ്റ്നസ് ഇൻഹറൻ്റ്ലി ഇംപ്രോബബിൾ ആണ്, ഇൻഹറൻ്റായിട്ട് ഈ ട്യൂട്ടറിങ്ങിന് വിധേയമാകാം, അവരെ അവിടെ കൊറാബറേഷൻ, അങ്ങനെയൊക്കെ ഒരു കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും എനിക്കറിയാം ഈ പെൺകുട്ടിയുടെ മൊഴി വന്നു കഴിഞ്ഞാൽ ഞാൻ കോടതി നമുക്ക് എഗൻസ്റ്റ് ആവും. അപ്പോൾ ഈ പെൺകുട്ടി ഞാനുമായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ്, ഒരു മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പോകുമ്പോൾ ഈ കുട്ടിക്ക് ഞാൻ ഒരു മുട്ടായി കൊടുത്തിട്ട് പോകും. ഈ പെൺകുട്ടിയെ സെലിം മാഡം കൊണ്ടുവന്ന് കോടതിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് കോടതിയായിട്ടൊരു അക്ലമറ്റൈസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മാഡം ഇത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വിസ്തരിക്കുന്നതിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ ആ പെൺകുട്ടിയായിട്ട് ഒരുവിധം ഫ്രണ്ട്ഷിപ്പായി. വിസ്തരിക്കുന്ന തലേദിവസം ഞാൻ പറഞ്ഞു മോള് വരൂ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഈ തങ്കമണി എന്ന് ഷി വാസ് അണ്ടർ കസ്റ്റഡി. അവരൊരു ബ്രദറാണ് കേസ് നടത്തുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല സാർ, ഞാൻ നാളെ ഈ പെൺകുട്ടിയെ കൊണ്ടുവരാം, ആ പോലീസിൻ്റെ കൊടുക്കാതെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സെലിം മാഡം വളരെ ഷാർപ്പാണ്. സെലിം മാഡത്തിന് അവിടെ ചെന്ന് ഈ പെൺകുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞു. അവർ വേറെ ഒന്നും നോക്കാനില്ല, ഇത് അവൻ്റെ ഓഫീസിലുണ്ടാവും, പോയി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ പെൺകുട്ടീൻ്റെ ഞാൻ ഷർട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് ജീപ്പ് അവിടെ വന്ന് ഈ പെൺകുട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം കോടതി നാച്ചുറലി ആസ്വിനോ പഠിപ്പിച്ചില്ലേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ പോലീസ് നല്ലപോലെ പഠിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടി ഒരു തരത്തിൽ എന്ത് ചോദിച്ചാലും മാറ്റി പറയില്ല. അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു വന്നിട്ട് ഈ പെൺകുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നലെ ഈ മോളിവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലേ ഈ ഡ്രസ്സൊക്കെ ഇട്ട്? ആ കണ്ടു. അതുപോലെ ഈ ഇരിക്കുന്ന ജഡ്ജി അമ്മാവനെ കണ്ടില്ലേ? ആ കണ്ടു. അതുപോലെ ഇപ്പോൾ മോളിലടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മയെ കണ്ടില്ലേ? കണ്ടു. അപ്പോഴും മോളൊരു സത്യം പറ, ഇന്നലെ രാത്രിയിൽ മോള് ഈ ഇരിക്കുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടറിൽ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന മാമനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ? ആര്യനാട് പോലീസ്. കണ്ടല്ലോ, മാമനല്ലേ എനിക്ക് ബറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ചു തന്നത്
എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഷി വാസ് അണ്ടർ ദ പോലീസ് കസ്റ്റഡി എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ജഡ്ജി പറഞ്ഞു നോ സോറി, ഞാനത് റെക്കോർഡ് ചെയ്യത്തില്ല, നിങ്ങൾ ആ വിറ്റ്നസിനെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദാറ്റ് മേ ബി റെക്കോർഡഡ്, സാക്ഷി പറഞ്ഞതല്ലേ. ഏതായാലും അത് റെക്കോർഡ് ചെയ്തു. ഷി വാസ് കൺവിക്റ്റഡ്. ആ മൊഴി അദ്ദേഹം നരേന്ദ്രനാഥ് സാർ ആ മൊഴി അക്സെപ്റ്റ് ചെയ്തു കൺവിക്റ്റ് ചെയ്തു. അപ്പീൽ കേട്ടത് ജസ്റ്റിസ് ഷംസുദ്ദീനും ജസ്റ്റിസ് ഭട്ടുമാണ് കേട്ടത്. ഞാൻ തന്നെ പോയി, അവരുടെ വേറെ പൈസയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ അപ്പീൽ ആർഗ്യൂ ചെയ്ത് ഇങ്ങനെ അപ്പീൽ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ജസ്റ്റിസ് ഭട്ടായിരുന്നു ബെഞ്ച് ലീഡ് ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ആകപ്പെടെ പിവട്ടലായിട്ടുള്ളൊരു വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് വിറ്റ്നസ്സാണ്. ചൈൽഡ് വിറ്റ്നസിൻ്റെ മൊഴി അക്സെപ്റ്റ് ചെയ്യാമില്ലെന്നുള്ളൂ. അപ്പോൾ ദിസ് ഈസ് എ പോയിൻറ്റ്. ഈ വിസ്തരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പെൺകുട്ടി പോലീസിൻ്റെ സ്വാധീനത്തിലായിരുന്നുള്ളത് മൊഴി കൊണ്ട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ മൊഴി അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് എനിവേ മേ ബി ബെഞ്ചിന് ഈ സ്ത്രീയോട് കുറച്ച് സിമ്പതി ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ ഷി വാസ് അക്വിറ്റഡ് ഫ്രം ദി ഹൈക്കോർട്ട്. അതൊരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു തങ്കമണി. അപ്പോൾ അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ കാലയിലൊക്കെ വീണു. അങ്ങനെ ഭയങ്കര സംഭവം ഉണ്ടായി.